അങ്ങനെ അവസാന ടാസ്കിന് മുൻപ് വരെ പോയിന്റ് പട്ടികയിൽ കോമണർ അനീഷ് വളരെ പിന്നിലായിരുന്നു. കാരണം പല ടാസ്കുകളിലും അനീഷിന്റെ ടീമിന് നീതി ലഭിച്ചില്ലെന്ന ആരോപണം പ്രേക്ഷകർ തന്നെ വ്യാപകമായി ഉന്നയിക്കുന്നുണ്ട്. ഒടുവിൽ ആദ്യ ടാസ്കുകളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അനീഷ് അജ്ഞാതവാസത്തിന് ഏറെക്കുറെ തയ്യാറെടുക്കുന്ന നേരത്തായിരുന്നു നിർണായകമായ അവസാന ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവന്നത്. അതിൽ ഉറപ്പായും അനീഷും രേണു സുധിയും ഒക്കെ അവസാനമെത്തിയാൽ തൽക്കാലം ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുമെന്നായിരുന്നു സഹമത്സരാർത്ഥികൾ കരുതിയത്. എന്നാൽ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ആദ്യ ടാസ്കുകളിൽ തനിക്ക് വേണ്ടി കളിച്ചവരുടെ എല്ലാ കുറവും നികത്തിക്കൊണ്ട് അനീഷ് ഇക്കുറി മുന്നേറ്റം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതോടെ അജ്ഞാതവാസത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അനീഷ് ഇല്ലാതായി എന്നാണ് വിവരം. പകരം ഒനിയൽ സാബുവും ഷാരിക കെബിയുമാണ് മിഡ് വീക്ക് എവിക്ഷനിൽ എത്തപ്പെട്ടിരിക്കുന്നത്. രേണുവും അനീഷും ഒക്കെ പുറത്താവുമെന്ന് കരുതിയ സ്ഥാനത്താണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് അവസാന നിമിഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം പ്രേക്ഷകർ ലൈവിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിഡ് വീക്ക് ടാസ്ക് വേളയിൽ തൊട്ടു മുൻപ് ഒനിയൽ സേഫ് ആയി കളിക്കാൻ നോക്കിയിരുന്നു എന്നതാണ്. മാത്രമല്ല ആ റൗണ്ടിൽ അനീഷിന്റെ ടീമിനോട് കാട്ടിയത് നീതികേടായിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അനീഷ് കരുത്തു കാട്ടി മുന്നേറുന്നത്. എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.